Yes. കാനുണ്ടേനി ജെല്ലി പോലെ. ഹലോ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖനല്ല എല്ലാവർക്കും. ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നത് ഒരു ഉച്ച കഴിഞ്ഞ് ഒരു ഉച്ചരൊക്കെ ആയതിൻ്റെ ശേഷമാണ് കേട്ടോ. അപ്പോൾ ഞാനും സിനിമോനും നല്ലൊരു ഉറക്കമൊക്കെ പാസ്സാക്കി എണീച്ചതിന് ശേഷമാണ്. അപ്പോൾ സിനിമോന് ഒരു ഇത്തിരി ചായയൊക്കെ കുടിച്ച് ഒന്ന് ആക്റ്റീവായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ കടന്നുറങ്ങിയപ്പോഴേ നല്ല മഴയിനും എണീച്ച് നോക്കുമ്പോൾ നല്ല വെയിൽ കിട്ടോ. അപ്പം മഴ പെയ്തതിൻ്റെ ഒരു പരിമാറ്റേ ഇല്ല, നല്ല വെയിലേനും. ഉച്ചക്ക് നിങ്ങൾ റെസ്റ്റ് എടുക്കലുണ്ടോ എന്നൊക്കെ ചോദിച്ചണോലോട്. ഇന്ന് കുറച്ച് സമയം റെസ്റ്റൊക്കെ ഉണ്ടേനി കേട്ടോ. കാരണം ഞങ്ങളൊരു 1 മണിക്ക് എണീച്ച് ഒരു 2:15 ആയണ സമയത്താണ് പിന്നെ ഉറങ്ങിയിട്ട് പിന്നെ അപ്പോഴാണ് കേട്ടോ എണീച്ചിട്ടുണ്ടേനിയത്. കാരണം എന്താ രാവിലെ വീഡിയോ ഷൂട്ടിങ്ങൊന്നും ഇല്ലേനി. അതുകൊണ്ട് പിന്നെ ഒരു 12 മണി ആയപ്പോഴത്തേന് എൻ്റെ സകല പരിപാടിയും കഴിഞ്ഞിട്ടുണ്ടേനി കേട്ടോ. അപ്പം ഏതായാലും നമ്മുടെ ബാക്കി ഉച്ച കഴിഞ്ഞിട്ടുള്ള വിശേഷങ്ങൾക്ക് കിടക്കാം കേട്ടോ. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ അതൊക്കെ ഒന്ന് നോക്കി നിന്ന് വാ, നമുക്ക് അടുക്കളയ്ക്ക് പോവാ. ബാ ബാ, നമുക്ക് 4 മണിക്ക് ചായക്കടി ഉണ്ടാക്കണ്ടേ? വാ. സമയം 3 മണിയൊക്കെ ആവണുള്ളൂ കേട്ടോ. ഇപ്പം തന്നെ ഞങ്ങൾ 4 മണിക്കുള്ള ചായക്കടിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുകയാണ്. ഏതായാലും വീഡിയോ ഷൂട്ടൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും സമയം ഒരുവിധം ആകുമല്ലോ. പിന്നെ എപ്പോഴാണെങ്കിൽ നല്ല വെയിലുണ്ട്, നല്ല വെട്ടം വെളിച്ചൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വീഡിയോക്ക് കുറച്ച് ക്ലാരിറ്റി ഒക്കെ കിട്ടിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് തുടങ്ങാമെന്ന് വിചാരിച്ചു. ഏതായാലും നിങ്ങൾ തുടങ്ങി, ഞാനിവിടെ ബുക്കൊക്കെ വായിച്ചിരിക്കട്ടെ എന്ന് പറഞ്ഞു. സിനിമോനെ ഒരു ബുക്ക് വെയിറ്റ് അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഞാനിങ്ങോട്ട് തുടങ്ങാമെന്ന് വിചാരിച്ച്. ഞാനിന്ന് വിചാരിച്ചിരുന്നതേ ക്യാരറ്റ് കൊണ്ട് എന്തെങ്കിലും ഒരു പോള പോലെയോ ഒക്കെ ഉണ്ടാക്കാമെന്നാണ് ആദ്യം വിചാരിച്ചത് കേട്ടോ. പക്ഷേ പിന്നെയാണ് കറണ്ട് ഇല്ലല്ലോ, പിന്നെ ഇങ്ങനെ ശരിയാക്കാമെന്നൊക്കെ വിചാരിച്ചെങ്ങനെ നിന്ന് കേട്ടോ. ഇവിടെ ഇന്ന് കറണ്ട് ഇല്ലാത്ത ദിവസമാണ് കേട്ടോ. രാവിലെ പോയി, ഇനി വൈകുന്നേരം 6 മണിക്കേ കറണ്ട് വരുള്ളൂ. അപ്പോൾ പിന്നെ ആ പരിപാടി നടക്കില്ല. മിക്സി വേണ്ടേ അരച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ. അപ്പം ഞാൻ വിചാരിച്ചു നമ്മളെ ക്യാരറ്റ് ഹൽവ ഉണ്ടല്ലോ, അതാകുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പം എന്നാൽ പിന്നെ അയിമ അങ്ങോട്ട് പിടിച്ചു കേട്ടോ, അതുണ്ടാക്കിയെടുക്കാം. അപ്പോൾ ആ പാത്രത്തിൽ ഫുള്ളൊന്നും ക്യാരറ്റ് അല്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് വെയിൽ വന്ന് കണ്ടോ, വെയിലും കുത്തലേനിട്ടോ. അപ്പോൾ ഞാൻ ക്യാരറ്റിൻ്റെ ഒന്ന് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുത്തിട്ടോ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ സേനക്കുട്ടനെ എന്നെ സഹായിക്കാൻ വേണ്ടി ഇവിടെ എത്തിയിട്ടോ. വെല്ലം കയറി വന്നതാണ്. അവിടെ സ്റ്റൂൾ ഉണ്ട്, ഇനിയും കയറിയിട്ട് അങ്ങനെയൊക്കെ വരും കേട്ടോ അവന്. ആ വരുന്നത് എന്തിനാണെന്ന് വെച്ചെങ്കിൽ പൈപ്പ് തുറന്ന് വെള്ളം കളയാനാണ് കേട്ടോ. അപ്പോൾ ഞാൻ കണ്ടേക്ക് തന്നെ വേഗം മാറ്റിയിട്ടുണ്ടായിനി. അപ്പം ഇനി നമുക്കിതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഗ്രേറ്റ് ചെയ്തെടുക്കുന്ന പരിപാടി എനിക്ക് കുറച്ച് ഒരു ഇതാണ് കേട്ടോ, റിസ്ക്കാണ് കേട്ടോ. കാരണം എൻ്റെ ഗ്രേറ്റർ ആണെങ്കിൽ ഒരു മൂർച്ചയില്ലാത്ത മാതിരി കയ്യിനെ നല്ല മെനക്കെട്ട പണിയാണ്. ഇതിങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഒരു കയ്യിനൊക്കെ ഒരു കടച്ചിൽ മാറ്റി തോന്നിട്ട് എനിക്ക്. അപ്പോൾ ഏതായാലും ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത് എന്നെ സംബന്ധിച്ച് കുറച്ച് റിസ്കി ടാസ്ക്കാണ്. എന്നാലും ഞാൻ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കട്ടെ കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് സേനക്കുട്ടനെ ഇവിടെ ജനലിൻ്റെ അവിടെ ഇങ്ങനെ വന്ന് നോക്കുകയാണ്. നേഴ്സറിയിൽ നിന്ന് കുട്ടികളൊക്കെ വിട്ടുകാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. മിഞ്ഞാന്നായിട്ട് പറഞ്ഞു നേഴ്സറി അല്ലല്ലോ അംഗൻവാടി അല്ലേന്നോ അങ്ങനെ എന്തോന്ന് ചോദിച്ചിട്ടുണ്ടേനി കേട്ടോ. നമ്മളിവിടെ രണ്ടും ഒന്ന് തന്നെയാണല്ലോ, അങ്ങനെയല്ലേ? എനിക്കറിയില്ല കേട്ടോ. അംഗൻവാടി നേഴ്സറി രണ്ടും ഒന്ന് തന്നെയല്ലേ? ജനലിവിടെ ഞാനിങ്ങനെ കുളത്ത് തുറന്നിട്ടിട്ടുണ്ടേനി കേട്ടോ. ഇനി അവന് പുറത്തുനിന്ന് കാണുന്ന ഒരു ഫീൽ ഉണ്ടായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് വാതിൽ ഞാൻ കുറ്റിയിട്ടതാണ്. അല്ലെങ്കിൽ ആ വെയിലത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിപ്പോകും. അപ്പോൾ അവനവിടെ ജനലൊക്കെ നിന്നിട്ട് കുട്ടികൾ പോണതൊക്കെ നോക്കി നിന്ന് കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ. ആ സമയം കൊണ്ട് നമുക്ക് സെറ്റാക്കാം. ഈ നെയ്യ് കുപ്പി എന്താ ഈ കോലത്തിൽ മെലിഞ്ഞിരിക്കണമെന്ന് ചോദിച്ചാൽ സെനിമോൻ്റെ കൈ കിട്ടിയതാണ് കേട്ടോ. ആകെ ഇങ്ങോട്ട് ഒന്ന് തുറക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു നോക്കിയതാണ്, പക്ഷേ കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ കുപ്പി ആകെ നിൽക്കി ഒരു വിധം കോലത്തിലാക്കിയിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ നമ്മുടെ ചട്ടി വെച്ച് കൊടുത്ത് നെയ്യ് ചേർത്ത് കൊടുത്തിരിക്കണം കേട്ടോ.
ഇനി ഇതിൽ അണ്ടിപ്പരിപ്പോ മുന്തിരിയോ എന്താ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് വെച്ചെങ്കിൽ അത് ചേർക്കാം. ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നും ചേർത്തിട്ടില്ല. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ പാത്രത്തിലെല്ലാമൊക്കെ വടിച്ച് ചേർത്ത് കൊടുക്കുക. വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. കുട്ടികൾക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഐറ്റം. അപ്പം ഞാൻ ആ നെയ്യിലിട്ടിട്ട് ഈ ക്യാരറ്റ് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് വലിയതായിട്ടാണ് ഗ്രേറ്റ് ചെയ്തെടുത്തത്. അപ്പോൾ അത് നമുക്ക് വെന്ത് കിട്ടും വേണം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇനി നമുക്ക് പാലിൽ വേവിച്ചെടുക്കാം. എന്നാലും ആ നെയ്യിലൊന്ന് കിടന്ന് ഒന്നൊന്ന് സോഫ്റ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒന്ന് അടച്ചു വെച്ചതാണ് കേട്ടോ. അപ്പോൾ പുറത്തിങ്ങനെ വെയിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് പോയി തുടങ്ങുന്നുണ്ട്. ചെറുതായിട്ട് കാറ്റൊക്കെ അടിച്ചിങ്ങനെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വീണ്ടും നമ്മുടെ പാത്രം തുറന്ന് വെച്ച് വീണ്ടും ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ നമ്മളെ വീഡിയോയിൽ എന്നും കടന്നു വരുന്ന കഥാപാത്രങ്ങളാണ് ഈ ഇൻഡസ് വാലിൻ്റെ ഈ ഒരു പാത്രം, മറ്റേ ഫ്രൈ പാനും. ഈ പാത്രം എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ടാണ് കുക്കിങ്ങൊക്കെ എളുപ്പം നടക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ ഒന്നൊന്ന് വാടി വന്നപ്പോൾ വെന്തിട്ടൊന്നുമില്ല ക്യാരറ്റ്. പഞ്ചസാര ചേർത്ത് കൊടുത്തേ. ഞാൻ മിൽക്ക് മെയ്ഡ് ചേർക്കുന്നുണ്ട്. അതാണ് പഞ്ചസാര കുറച്ച് മാത്രം ചേർത്തത്. മിൽക്ക് മെയ്ഡ് ചേർക്കണില്ലെങ്കിൽ അതിന് പകരം പഞ്ചസാര മാത്രം ചേർക്കാം. പിന്നെ കുറച്ചൊരു മധുരത്തിൽ വേണമല്ലോ, അപ്പോൾ കുറച്ച് പഞ്ചസാര കുറച്ചധികം വേണം. പിന്നെ 2 ഏലക്കായ കുത്തി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ 1 ഗ്ലാസ് പാലാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. എനിക്ക് സമയം ഉണ്ടായതുകൊണ്ടാണ് ഓരോന്ന് ചേർത്ത് ഒന്നിളക്കി പിന്നെ ചേർത്ത് അങ്ങനെ കൊടുക്കണത്. സാവധാനം കുക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഒക്കെ ഒന്നിച്ചാണ് ചേർത്തിട്ട് പിന്നെ അങ്ങോട്ട് അടുപ്പത്ത് വെച്ച് മെല്ലെ തീ കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഇടയ്ക്ക് വഴറ്റി കൊടുത്ത് അങ്ങനെ എടുത്താലും മതി. അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ടേനി കേട്ടോ. ഞാൻ പാല് സിമ്മിലാണ് ഇട്ടിരിക്കുന്നത്. അതിങ്ങനെ ഒന്ന് വെല്ലെ കുറുകി വരണം. ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ മിൽക്ക് മെയ്ഡ് ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് ഇനി പിന്നെ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഒഴിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മിൽക്ക് മെയ്ഡ് മൊത്തമായിട്ട് ഒഴിക്കരുത് പ്രത്യേകം ഹജും നിയമങ്ങളും പറഞ്ഞിരിക്കണം. ഞങ്ങൾക്ക് കഴിക്കാമാണെന്ന് പറഞ്ഞിരിക്കണം കേട്ടോ. കാരണം ഹജ് പോണീന് മുന്നേ ഞാൻ മിൽക്ക് മെയ്ഡ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ളായിട്ട് എടുക്കരുത് കേട്ടോ അമ്മച്ചിയെ, കുറച്ച് ഞങ്ങൾക്ക് മാറ്റി വെക്കണേ എന്നുള്ളത്. അപ്പോൾ പിന്നെ പുൽക്ക് കുറച്ച് മാറ്റി വെക്കണം. പിന്നെ ഞാൻ മധുരത്തിന് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഇനി സിമ്മിലാക്കിയിട്ട് അങ്ങനെ കടന്ന് വേവട്ടെ കേട്ടോ. അപ്പം നമ്മുടെ ജനിക്കുട്ടനെ ഉണ്ടല്ലോ, മിൽക്ക് മെയ്ഡിൻ്റെ ടിന്ന് പൊട്ടിച്ചപ്പോഴത്തേന് ആൾ കണ്ടിട്ടുണ്ടായിനെ. അപ്പോൾ അത് ഇവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ജനൽക്ക് എങ്ങനെ ഇരുന്നാലും കുട്ടി വീഴൂലേ. അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ തിരിച്ചെടുത്തിട്ടുണ്ടായിന് കേട്ടോ. അപ്പോൾ വീണാലും കുറ്റം വീണിലേലും കുറ്റം പറഞ്ഞാൽ ഓൻ അങ്ങനെ എത്തിയത് ഓൻ ഇഷ്ടമായില്ല. അതിൻ്റെ ഒരിളക്കം ഉണ്ട് കേട്ടോ. പിന്നെ ഞാൻ ക്യാമറയൊക്കെ എടുത്ത് വന്നതുകൊണ്ടാണ് തോന്നുന്നുണ്ട്. പിന്നൊന്ന് നല്ല കുട്ടിയായിട്ടിരുന്നു. അല്ലെങ്കിൽ നിങ്ങളൊക്കെ പറയില്ലേ ഈ കുട്ടി എന്താ എങ്ങനെയാന്നൊക്കെ ഉള്ളത്. എന്നാലും ഇടയ്ക്കൊരു ഇളക്കമൊക്കെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുക്കണ്ടേ സിമ്മിലിട്ടിട്ട് സാവധാനം. ആ പാലിൽ ആ ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് കുറുകി ഇങ്ങനെ വന്നോളും. പിന്നെ നമ്മൾ ചട്ടിയിലാവുമ്പോൾ പെട്ടെന്ന് റെഡിയാവും കേട്ടോ. അതുകൊണ്ട് ഞാൻ സിമ്മിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ കളറൊന്നും പോരാ, ഒരിത്തിരി കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളറോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം. പക്ഷേ ഞാനൊന്നും ചേർത്തിട്ടില്ല. ഇതിൻ്റെ ഒറിജിനൽ കളറ് മതി എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ക്യാരറ്റ് പിന്നെ വെന്ത് വരുമ്പോൾ ഫസ്റ്റ് നമ്മൾ ചേർത്തപ്പോൾ ഒരു ചൊറുക്കിലെ കളറില്ലേ അതെന്തായാലും കിട്ടൂലല്ലോ. അപ്പോൾ അതാ പാലിൽ കടന്നിട്ട് കുറുകി വന്നിരിക്കണം കേട്ടോ. അപ്പം ഇനി ഇത് ഇത്രയും മതി. അപ്പം ഞാൻ തീ ഓഫ് ആക്കണേ. എൻ്റെ കുട്ടി ഇവിടെ ഇരുന്ന് 2-ാം ട്രിപ്പാണ് കേട്ടോ അത് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ വളരെ കുറച്ചേ കൊടുക്കണുള്ളൂ കേട്ടോ. കാരണം ഇത് നല്ലതല്ല എന്നറിയാം. പക്ഷേ ഇതെപ്പോഴും ഞാൻ വാങ്ങി സ്റ്റോക്ക് ചെയ്ത് വെക്കലുമില്ല കേട്ടോ. എപ്പോഴെങ്കിലും ഇതേപോലെയൊക്കെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം വാങ്ങുക. പിന്നീട് അത് എപ്പോഴൊന്നും വാങ്ങലൊന്നുമില്ല. അപ്പം ഞാൻ വേഗം അതിൻ്റെ പാത്രത്തിൽ നിന്ന് മാറ്റിയിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ വേറെ സ്റ്റീൽ പാത്രത്തിൽ ഇതാക്കിയിട്ട് അത് ഇതിക്ക് കൊട്ടി കൊടുക്കാനും ചെയ്തിട്ടുണ്ടായിനത്. ഇതിക്ക് കൊട്ടി കൊടുത്തപ്പോൾ ഒരു ഇത്തിരി ഭാഗം മാറിപ്പോയി. അതാണ് കറക്റ്റ് സെൻറ്ററിലായില്ല കേട്ടോ, ഒരു ഇത്തിരി സൈഡിലായിപ്പോയി. അപ്പം നമ്മുടെ അത്യാവശ്യം മധുരമൊക്കെ അല്ലേ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയിട്ടില്ല. ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടോ. ഞാനിത് ഇടയ്ക്ക് ഉണ്ടാക്കലുണ്ട്. കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ എന്തെങ്കിലും ഞാൻ പറഞ്ഞ പോലെ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വറുത്തൊക്കെ ചേർക്കുകയാണെങ്കിൽ അത് ഒന്നുകൂടി ടേസ്റ്റ് ചെയ്യിക്കാരം. ഞാൻ ഇവിടെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നും ചേർക്കാൻ കേട്ടോ. എനിക്കൊരു സാധനം തരട്ടെയോ? ചൂടില്ല, ചൂടാറിയിക്കണമെന്ന് കഴിച്ചോക്ക്. ടേസ്റ്റ് ഉണ്ടോ? രസല്ലേ? ഇനി വേണോ? ആ
അപ്പം ടേസ്റ്റ് ഉണ്ട് അല്ലേ? എൻ്റെ കുട്ടീനോട് രസം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ലയെന്നേ പറയുള്ളൂ. ഓന് ഇഷ്ടമായിക്കണെന്നുള്ളത് മനസ്സിലാക്കുക. അതിന് വീണ്ടും ഓനത് ചൂണ്ടിക്കാട്ടി ചോദിക്കണുണ്ട് ഇനി കേട്ടോ. അപ്പോൾ ഇത്തിരി മധുരത്തിലൊക്കെ അല്ലേ, അപ്പോൾ കുട്ടികൾക്കൊക്കെ ഇഷ്ടം ആവും എന്തായാലും. അപ്പോൾ ഞാൻ ചായക്കുള്ള വെള്ളം വെച്ചിരിക്കണം കേട്ടോ. സമയം 4 മണി ആവണുള്ളൂ. പിന്നെ ഓന് ഇഷ്ടത്തോടെ അങ്ങനെ കഴിക്കണുണ്ടപ്പോൾ എനിക്കും ഒരു കൊതി അതൊന്ന് കഴിക്കാൻ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ ചായയൊക്കെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചായ ഞാൻ ബാക്കിയുള്ളതൊക്കെ മധുരമിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ, കുട്ടികൾക്കും കുഞ്ഞുട്ടിക്കൊക്കെ ഉള്ളത്. ഇത് ഞാൻ വളരെ കുറച്ച് മധുരം വെറുതെ ഒന്ന് തൊടിയിച്ചിട്ട് പിന്നെ എനിക്കുള്ളതാണ് കേട്ടോ. ഞാനും ജനിക്കുട്ടനൊക്കെ മധുരം കഴിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് പിന്നെ കുറേ അധികം ഒന്നും മധുരം കഴിക്കാൻ പറ്റില്ല കേട്ടോ. ഭയങ്കര ഒരു മടുപ്പ് തോന്നും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ ഒരിത്തിരി മാത്രം മധുരമായിട്ട് കണ്ടാണ് നമ്മുടെ ചായ കുടിക്കുന്നത്. അപ്പോൾ പിന്നെ ആ മധുരം ഒന്ന് ബാലൻസ് ആകും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത് കേട്ടോ. പിന്നെ ഞാൻ ചിലപ്പോൾ കുറേ അങ്ങോട്ട് വെള്ളം കുടിക്കും. അപ്പോൾ പിന്നെ ഒന്ന് ഇതാവും. എനിക്കെന്താണാവും മധുരം വലിയൊരു പ്രിയമില്ല, പക്ഷേ എന്നാലും മധുരത്തിനോടൊരു ഇതുണ്ടല്ലോ, ഒരു ക്രേവിങ്സ് അറിയില്ലേ, അത് ഇടയ്ക്കുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനും സെനിമോനും ചായ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. സെനിമോന് ഒന്ന് നോക്കിയപ്പോൾ ചായ ഉണ്ടെന്ന് കണ്ടപ്പോൾ പിന്നെ ഓന് വേണ്ട കേട്ടോ. പിന്നെ എന്താ ഇപ്പോൾ കാട്ടണമെന്ന് വെച്ചെങ്കിൽ വാതിലൊക്കെ തുറന്നിട്ടതല്ലേ, എല്ലാം ഇറങ്ങി പോകാൻ നോക്കിയേന്. അപ്പോൾ ഞാൻ വല്ല സോപ്പിട്ട് മടിയിലൊക്കെ എത്തി പിടിച്ചതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളെ ചായയുടെയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് മക്കൾ സ്കൂളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ ആ പോക്ക്. ഓലെ ബസ്സിൻ്റെ ഒച്ച കേട്ടാൽ മതി ഓന് എല്ലാം ഇറങ്ങി ഓടും കേട്ടോ. ബസ് വരുന്ന ഒച്ച കേട്ടില്ല. എന്നാ പറയേ, അത് പറയാനാ ജോണാക്കാൻ പറഞ്ഞേ. അപ്പം നമ്മളെ മുക്കുവരന്ന് മീൻ പിടുത്തുണ്ട് കേട്ടോ. അതിനുള്ള സാമഗ്രികളൊക്കെയാണ് ഈ തട്ടിമുട്ടി നേരാക്കി കൊണ്ട് കുത്തിരിക്കുന്നത്. അപ്പോൾ ചൂണ്ടക്കുളത്തൊക്കെ ഒന്ന് റെഡിയാക്കണം കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് പുഴമീനൊന്നും വീഡിയോയിൽ കാണിച്ചാലേ മൂപ്പര് പോക്ക് മാത്രമേ ഉള്ളൂ, മീൻ കൊണ്ടുവരലില്ല. കൊണ്ടുവരികയാണെങ്കിലല്ലേ നമുക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. ഇപ്പോൾ 2 ദിവസമായിട്ട് മീനൊന്നും കിട്ടലില്ല കേട്ടോ. മീൻ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും മീൻ പിടിച്ചാൽ പോകല് ഞങ്ങൾക്കൊരു ഹരാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ മീൻ കിട്ടിയില്ല വിചാരിച്ച് നിരാശപ്പെടുകയൊന്നുമില്ല, വീണ്ടും പോയിക്കൊണ്ടേയിരിക്കും. എന്താ അറിയണേ? എവിടുന്ന വലിച്ചാണ്ടാകുക നോക്കിക്കോ, എവിടുന്ന വലിച്ചാൻ കിട്ടുമോ നോക്കിക്കോ. അങ്ങനെ ഓരവിടെ ചൂണ്ടക്കുളത്തും കൊക്കയൊക്കെ നന്നാക്കിയിരിക്കട്ടെ. ഞാൻ കുറച്ച് മടക്കാനുള്ള എടുത്തോളം വന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ അതൊന്ന് മടക്കിയേക്കട്ടെ. ഇന്നത്തതല്ല ഇന്നലത്തത്. ഞാൻ പറഞ്ഞില്ല ഉച്ച കഴിഞ്ഞിട്ട് നല്ല വെയിലുണ്ടേനു. ഞാൻ പിന്നെ മെഷീനിലൊക്കെ ഇട്ട് വെള്ളം വലിച്ചത് ഇനി. അപ്പോൾ അതൊന്ന് ചൂടാക്കിയൊക്കെ എടുത്തിട്ടുണ്ടേനി കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ ഒന്ന് മടക്കി വൃത്തിയാക്കി എടുത്തേക്കട്ടെ കേട്ടോ. പിന്നെ ഈ മേശയ്ക്ക് പെയിൻ്റ് അടിച്ച വീഡിയോയിൽ കുറേ ആളുകൾ ഇഷ്ടമാണ് എന്ന് പറഞ്ഞു. ചിലർ പറഞ്ഞു ആ വുഡൻ കളർ പെയിൻറ്റ് വാങ്ങിക്കൂടേനോ എന്നൊക്കെ ഉള്ളത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഉള്ള പെയിൻറ്റ് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് മനോഹരാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇപ്പം എങ്ങനെയുണ്ട്, കാണാനൊരു മനോഹര ലുക്കൊക്കെ അല്ലേ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്കിൻ്റെ മടക്കെല്ലാം തീർത്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ചുരിദാറാണല്ലോ ഇട്ടിരിക്കണത്. ഞാൻ മുമ്പൊരു വീഡിയോയിൽ ഇട്ടപ്പോഴും പറഞ്ഞു നിങ്ങൾ വെറും മേക്സി ആണല്ലോ ഇടുന്നത്, അപ്പോൾ എന്താ ചുരിദാറൊന്നും ഇടാത്തത് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ആദ്യമൊക്കെ വീഡിയോ കാണുമല്ലോ ഈ കാര്യം. അപ്പോൾ ആദ്യം സിനിമോനൊക്കെ ഉണ്ടാടിയതിന് മുന്നേ ഞാൻ അധികം ചുരിദാറാണല്ലോ ഇട്ടീനത്. അപ്പോൾ ഞാൻ ഈ കുട്ടികൾ ആ ഒരു 2-2.5 വയസ്സ് വരെയൊക്കെ ഞാൻ മാക്സിയാണ് ഇട്ടിട്ട്. എനിക്കതാണ് കംഫേർട്ട്. നമുക്ക് ചിലപ്പോൾ ഒരു മൂത്രമൊഴിക്കുക അങ്ങനെയൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് മാറ്റാനും ഒക്കെ അതാണല്ലോ നല്ലത്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുട്ടികളെ ഒരു വിധത്തിലായാൽ പിന്നെ ഞാൻ ചുരിദാറാണ് കേട്ടോ അധികം ഇടുക. അപ്പം ഇതിപ്പോൾ എന്നാൾ അടിച്ച് ചുരിദാറുണ്ടായതുകൊണ്ട് അങ്ങനെ ഇടുകയാണ് കേട്ടോ. ഇനി ഒക്കെ വെല്ലെ മാക്സി ബിറ്റൊക്കെ എടുക്കുമ്പോൾ ഇത് മാക്സി ബിറ്റ് തന്നെയാണ് കേട്ടോ. അത് വെച്ചിട്ട് ഇങ്ങനെ ചുരിദാർ അടിക്കും, എന്നിട്ട് പിന്നെ അതിടും. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ പോകാൻ എടുക്കുന്ന ചുരിദാറുകൾ ഉണ്ടല്ലോ, അത് അങ്ങനെ കല്ലും വർക്കൊന്നും ഇല്ലാത്ത വീട്ടിലിടാൻ പറ്റുന്ന ഒക്കെ ടൈപ്പാണെങ്കിൽ അങ്ങനത്തതും ഞാൻ വീട്ടിലൊക്കെ ഇടലുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ മടക്കലൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മൾ കിച്ചണിക്ക് വന്നിട്ട് കേട്ടോ. പിന്നെ ഈ സിങ്കിൻ്റെ ടാപ്പല്ല എക്സ്റ്റൻഷൻ എന്തെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റണത് എന്ന് എല്ലാ വീഡിയോയിലും എൻ്റെ കമൻസാണ് കേട്ടോ. ഞാനിത് മാറ്റിയ ഉടനെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ആ എക്സ്റ്റൻഷൻ കേട് വന്നു, ഞാനും വാങ്ങണ്ട കേട്ടോ. എന്നോട് ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിലും നിങ്ങളത് കണ്ട് ആ ഭംഗി കണ്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടേനി എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു ക്യാൻസൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ ക്യാൻസലാക്കി കളി, അല്ലെങ്കിൽ വന്നിട്ട് റിട്ടേൺ അടിച്ചാളി എന്ന് പറഞ്ഞിരിക്കുകയാണ് കേട്ടോ.
അതൊരു 1.5 മാസം ഒരു കേടും കൂടാതെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഞാൻ പിന്നെ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിനിയത്. പക്ഷേ അത് പെട്ടെന്ന് അങ്ങോട്ട് പണി മുടക്കി. ഈ കുട്ടീനെ കണ്ണിക്കാവൂ. പിരിച്ചു പൊട്ടിച്ചാൽ ആടെ ഒട്ടിച്ചാ മതി. യെസ്, അന്നെ എടുത്തിട്ട് ആഴ്ചല്ലേ കറ ഉറ്റും ഉറ്റും ഉറ്റണുണ്ടായി കാനുണ്ടായിനി. തേനുണ്ട്. ഇത് തേന് പിടിച്ചാൽ വേണ്ടി കിളികൾ വന്നീനി ഒരു ദിവസം. എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ നിന്നപ്പോഴത്തേന് പോയി. അങ്ങനെ നിങ്ങളെ ചാനലിൽ കൂടെ നിങ്ങൾ വൈറലാക്കണ്ട ഞങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് കറമേത്താവണ്ട കേട്ടോ. വള്ളല്ലത് രസമല്ലല്ലോ. കെട്ടിട്ട് എവിടെ തേന്? ആ കാണുന്ന വള്ളാണ് തേന്. പണ്ട് നമ്മൾ ഈ വക പണികളൊക്കെ കുറേ ചെയ്തതാണല്ലോ. തേനൊക്കെ വായ കൂമ്പിൻ്റെ ഉള്ളിലെ തേൻ കുടിക്കുക, പിന്നെ മറ്റേ മഴത്തുള്ളി ഉണ്ടാവുമല്ലോ ഇങ്ങനെ തുള്ളി ഇതായി നിൽക്കുക, അതൊക്കെ കഴിക്കുക. അങ്ങനെയുള്ള ക്രയവിക്രയങ്ങളൊക്കെ എനിക്കുണ്ടായിന് കേട്ടോ. പക്ഷേ കുറേ കാലമായില്ലേ, അതൊക്കെ മറന്നുപോയി കുറേയൊക്കെ. അപ്പോൾ അതാണ് ഇതാണോ തേൻ എന്നൊക്കെ ചോദിക്കുന്നത്. എന്തിനാണ് ഉണ്ടാവും. സനിക്കൂട്ടനുണ്ടല്ലോ ഇപ്പം ചെങ്കടയിലും പോകുമ്പോൾ തന്നെ കരഞ്ഞ് പിന്നാലെ കൂടുക, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ഓനിങ്ങനെ നോക്കി നിൽക്കുള്ളൂ. ഇപ്പോൾ കുഞ്ഞുട്ടി വിളിച്ചില്ലേ പോരിന് വെച്ച് കണ്ട് അപ്പോൾ ഒന്ന് വന്ന് ഇങ്ങനെ കയറി നിൽക്കുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ ആ വണ്ടി അവിടെ നിന്ന് മൂവ് ആയാൽ മതി. ഓനക്ക് സന്തോഷമായി. ഓൻ പിന്നെ ഇങ്ങനെ തിരിച്ചു പോരും കേട്ടോ. അപ്പോൾ അതാ ഒരിത്തിരി ഇറങ്ങിയപ്പോഴത്തേന് പിന്നെ മതിയിൽ വെച്ചപ്പോൾ അറിഞ്ഞിട്ട് ഓൻ ഇറങ്ങി പോന്നിട്ടുണ്ട് ഇനിട്ടോ. ഇനി ഡാറ്റയൊന്നുമില്ല, കുട്ടിക്ക് സന്തോഷമായി. അപ്പം അങ്ങനെ തക്കാളി വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിന് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ചറിയാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായില്ലേ, തക്കാളി 2 കിലോന് 50 എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം പോയിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിന് കേട്ടോ. ഇതിൽ പകുതി ശരിക്കും പഴുക്കാത്തതും കുറച്ച് നല്ലോണം പഴുത്തതുമാണ് കേട്ടോ. പിന്നെ ഇങ്ങനെയൊക്കെ വാങ്ങുമ്പോൾ നോക്കി വാങ്ങി എടുത്താൽ തന്നെ ഇടയ്ക്കൊക്കെ ഒന്ന് ചിലതൊക്കെ കേട് വന്നിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഒന്ന് മാത്രമേ ഇതിൽ കേടൊന്നും ഉണ്ടായിട്ടുള്ളൂ ഇനി കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം തക്കാളി റെസിപ്പീസൊക്കെ തന്നെ ഈ കാരം. പിന്നെ കുട്ടിയൊക്കെ രാവിലെ ഇങ്ങനെ ചട്നി ഉണ്ടല്ലോ, തക്കാളി ചട്നി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ തക്കാളി വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ഇതിലെങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ആദായത്തിൽ വരും. അപ്പോൾ അത് ഒക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഉപകാരമാണ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കൂടെ 1-2 ഒക്കെ കേടുവന്നൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ കാക്കോളം ഇവിടെ സൈക്കിളൊക്കെ നന്നാക്കി നിൽക്കുകയാണ്. അപ്പോൾ അതൊക്കെ നോക്കി അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നോക്കി നിൽക്കുകയാണ് സേനിക്കുട്ടന്. ഇത് മറ്റേത് ഇളച്ചൻ്റെ മോൻ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഇടയ്ക്ക് ഒരു പെൺകുട്ടീനെ കാണലില്ലേ, നിങ്ങൾ ആ ചോദിക്കലില്ലേ നീ കുട്ടീൻ്റെ കൂടെ നടക്കുന്നത്, അതായത് കുട്ടിയാണുള്ളത് ഇളച്ചൻ്റെ മോള്. ഇത് ഓളെ കാക്കോ കേട്ടോ. ഇതാണ് സൂമ്പ. സൂമ്പ. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഒരു ദിവസത്തെ സന്തോഷ നിമിഷങ്ങളാണല്ലോ വീഡിയോയിൽ ഷെയർ ചെയ്യുക. അപ്പോൾ പലപ്പോഴും ഞാൻ നിസ്കാരത്തിൻ്റെയും മൂത്തിൻ്റെയും കാര്യങ്ങൾ വീഡിയോയിൽ പറയലില്ല. അത് നമ്മളെ പേഴ്സണൽ കാര്യങ്ങളാണ്. പക്ഷേ ചിലർ പറയും എന്തെങ്കിലും ടിപ്സൊക്കെ ഉണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താലോ. ചിലർ പറയും അത് പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളല്ലേ, അതെന്തിനാണ് ഉൾപ്പെടുത്തണമെന്നൊക്കെയുള്ള. എനിക്കും തന്നെ അങ്ങനെ ഇങ്ങോട്ട് വീഡിയോയിൽ കാണിക്കാൻ വലിയ ഇഷ്ടമുള്ള ഒരാളല്ല കേട്ടോ. കാരണം അതിപ്പോൾ നമ്മൾ പഠിച്ചോനെ ചെയ്യണ ഇബാദത്തല്ലേ, അതിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരണല്ലോ എന്നുള്ളതിൽ. ഇതിപ്പോൾ ഞാനും നീയക്കുട്ടി നിസ്കരിക്കാൻ വേണ്ടി നിന്നപ്പോഴേ ഓനാ നിസ്കാര കുപ്പായം ഇടുന്നത് കണ്ടപ്പോൾ നീയക്കുട്ടി ഇട്ട് കൊടുത്തത് കേട്ടോ. അപ്പോൾ അത് ഞാൻ കൗതുകത്തോടൊന്ന് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. ചിലരൊക്കെ നെഗറ്റീവ് പറയാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ മുൻകൂട്ടി പറഞ്ഞത് കേട്ടോ. അപ്പം അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇട്ടപ്പോൾ ഞാനതൊന്ന് ഒരു കൗതുകം തോന്നിയപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും. ബൈ ബൈ.